ശ്രീ കെ മുരളീധരന്റെ രണ്ടാം വരവ് വട്ടിയൂർക്കാവിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, വട്ടിയൂർക്കാവ് എന്നെ ചതിക്കില്ല എന്ന്. പക്ഷെ വട്ടിയൂർക്കാവിനെ കെ മുരളീധരൻ ചതിക്കുമെന്ന് വട്ടിയൂർക്കാവുകാർക്കറിയാം. കാരണം 2019 ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇതാ മോഡിജി ഗവൺമെന്റ് ഇനി ഉണ്ടാകില്ല, അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ പോവാണ്, ജയിക്കാൻ പറ്റിയ സ്ഥലമാണ് വടകര. MLA സ്ഥാനം പകുതിയിട്ടിട്ട് നേരെ വടകരയ്ക്ക് പോയി. എന്നിട്ട് മന്ത്രിയായോ? മന്ത്രിയായില്ല. മോഡിജി 303 സീറ്റ് ഒറ്റയ്ക്ക് നേടി അധികാരത്തിൽ തുടർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേമത്ത് ഒരു ചാവേറായി നമ്മുടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവതരിച്ചു. സാമേറാണോ CND ആണോ എന്ന് പറയാൻ വയ്യ, ഏതായാലും അങ്ങനെ ഇവിടെ അവതരിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് അതിന് പകരം തൃശൂർ അദ്ദേഹത്തിന് കിട്ടി. അവിടെ ശ്രീ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന അദ്ദേഹത്തിന് 3ാം സ്ഥാനം കിട്ടി. അതും വസ്തുതയാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട്, അതിൽ 1 വർഷം ഒഴികെ, ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 35 വർഷം വട്ടിയൂർക്കാവിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അന്നുണ്ടായിരുന്നതിൽ ആ സരസ്വതി വിദ്യാലയം വലുതായി എന്നുള്ളതല്ലാതെ എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യമായ യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പേരൂർക്കട ജംഗ്ഷനിൽ ചെന്നാൽ എന്ത് ചെയ്യണം? എത്ര സമയം കഴിയണം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ? ഈ ജംഗ്ഷൻ വലുതാക്കുന്നു പറഞ്ഞു. എന്തെങ്കിലും കാര്യമായിട്ട് നടന്നോ? ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ശ്രീ VK പ്രശാന്ത് വന്നിട്ടും യാതൊരു പ്രയോജനമില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അതെനിക്ക് തോന്നുന്നു ശ്രീലേഖ പറയുന്നു തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് UDFന്റെ ഭരണം വന്നാലും LDFന്റെ ഭരണം വന്നാലും ചെകുത്താനും കടലിനും ഇടയിലാണ് ജനം. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകളെ പ്രീണിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി നടക്കുന്ന BD സതീശനെ പോലുള്ള നേതാക്കളെ ഉൾക്കൊള്ളുന്ന UDF. രണ്ടൊന്ന്, അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ ഏത് രംഗം എടുത്തു നോക്കിക്കോ, ആരോഗ്യരംഗം, എനിക്ക് കഴുത്ത് വേദനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കഴുത്ത് വേദനിക്കുന്നു. അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, വിദ്യാഭ്യാസത്തിന്റെ ABCD അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും, അങ്ങനെയുള്ള ആളുകൾ ഭരിച്ചിരുന്ന ഒരു ഭരണം ആ കാലഘട്ടത്തിന് തൂത്തെറിയാനുള്ള സമയം ആഗതമായിരിക്കുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും പോകുക, അവരെ രണ്ടുപേരെയും തൂത്തെറിഞ്ഞ് അറബിക്കടലിൽ അയക്കേണ്ട നവ്യപ്രകാശമാണ് BJPയുടെ സ്ഥാനാർത്ഥി. നമ്മൾക്ക് സ്ഥാനാർത്ഥി ആരാണെന്നും ഇമ്പോർട്ടന്റ് ആണ്, ആരുടേതാണെന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് താമര ചിഹ്നത്തിലാണ്. എവിടെയായാലും കണ്ണുമടച്ച് താമരയിൽ അതിൽ നമ്മൾ വോട്ട് ചെയ്യും എന്ന് നമ്മൾ എല്ലാവരോടും ഉറപ്പിക്കണം. ഇപ്പോ കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നോക്കിയാല് ആർക്കാണ്? നമ്മൾ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്താൽ കേരളം എന്ന് കാണാം. എങ്ങനെയാണ് സംഭവിച്ചത്? ആന്ധ്രാപ്രദേശിലും ഒന്നുമല്ല. അവിടെ പറഞ്ഞു, ഇന്ത്യയിൽ വന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 25% ആന്ധ്രാപ്രദേശിൽ വന്നിരിക്കുന്നത്. അവർക്ക് 1ാം സ്ഥാനമില്ല. 1ാം സ്ഥാനം കേരളത്തിനാണ്. ഇൻ ഗൂഗിൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, യു ഗോ ടു ഗൂഗിൾ, യു വിൽ സി കേരള ദ ഫസ്റ്റ്. ഹൗ ഡിഡ് ദേ ഡു ദാറ്റ്? എങ്ങനെയാണ് അവർ ചെയ്തത്? നമ്മുടെ എല്ലാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇതുവരെ കേരളം ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. രജിസ്റ്റർ ഉദ്യാൻ ആ ഒരു സ്കീമിൽ ചേർത്ത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എണ്ണം കൂട്ടി. അപ്പൊ ഈ നോം പഠിച്ചു, എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് തയ്യാറാക്കുന്നതെന്നുള്ള നോം പഠിച്ചതിന് ശേഷം ആ നോം അനുസരിച്ച് പഴയ സ്ഥാപനങ്ങളെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് ആ 1ാം സ്ഥാനത്ത് മേടിച്ചിരുന്നിട്ടാണ് ഇവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും ഒക്കെ ഞെളിഞ്ഞിരുന്ന് പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1ാം സ്ഥാനത്താണെന്ന്. ഒന്നുമില്ല എന്ന് നമുക്കറിയാം.
ഒരു സാധനം പുതിയതായിട്ട് വരാനോ ഉണ്ടായിരുന്നതിനെ പൂട്ടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ഇപ്പൊ എല്ലാവരും പറയും പവർ കട്ടില്ല. കേരളത്തിൽ വൈദ്യുതി ഉത്പാദിച്ചത് കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം വൈദ്യുതിയുടെ കാര്യത്തിലുണ്ടായത് വർധന അത്ര അധികമാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ഉണ്ട്. അവിടെ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാൻ സാധിക്കുന്നു. അയൽ രാജ്യങ്ങൾക്ക് വരെ വൈദ്യുതി കൊടുക്കുന്നു. അതുകൊണ്ട് മോഡിജിക്ക് നന്ദി പറയണ ഇവിടെ പാർക്കട്ടില്ലെങ്കിൽ, അല്ലാതെ സ്വയം പുകഴ്ത്തുകയല്ല വേണ്ടത്. അതുപോലെ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തീർന്നു, അതിദരിദ്രരില്ല എന്ന് പറയുന്നു. 1,57,00,000 പേർക്കാണ് 35 കിലോ റേഷൻ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിദാരിദ്ര്യമില്ലാതായത്. ആർക്കാണ് നന്ദി പറയേണ്ടത്? മോഡിജിക്ക് നന്ദി പറയണം. ഇതുപോലെ കർഷക ആനുകൂല്യങ്ങൾ, അതുപോലെ തുടങ്ങി ഇനി വിലക്കയറ്റത്തിന്റെ കാര്യം എടുത്താൽ കേരളത്തിന് 1ാം സ്ഥാനമാണ്. അതുപോലെ ശബരിമലയുടെ ഇഷ്യൂ, ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നോക്കണം. ശബരിമലയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതിൽ ചേർത്തിരിക്കുന്നതാണ് വഖഫിനോടും ക്രിസ്തീയ സഭകളോടും കൂടി ചർച്ച ചെയ്തിട്ട് ശബരിമലയെ പറ്റി തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് മാത്രമല്ല, ഒരു കൃത്യമായ നമ്മുടെ ആവശ്യം ആ അഫിഡവിറ്റിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ശബരിമലയിൽ അടക്കം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കൊള്ള നമ്മൾ മറക്കരുത്. നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഏതായാലും എനിക്ക് മറക്കാൻ പറ്റില്ല. 993 കേസ് എനിക്ക് അടിച്ചേൽപ്പിച്ചവരാണ്. ഞാൻ വീട്ടിലിരുന്ന് TV കണ്ടു എന്ന് മാത്രമേ കുറ്റമുള്ളൂ. പക്ഷെ എനിക്കെതിരെ 993 കേസാണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം, അപ്പൊ അതുകൊണ്ട് ഈ പോലീസ് പക്ഷപാതിത്വം നമുക്കറിയാം. പോലീസിനെ ഷണ്ടന്മാരാക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി. ഞാൻ എന്റെ മേധാവിയായിരുന്ന ആളാണ്, നാണമുണ്ടത് പറയാനായിട്ട്. പക്ഷെ അത് നടക്കുമ്പോ അങ്ങനെയല്ല എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, IPS ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾക്ക് അല്പം നട്ടെല്ലോരോട് പെരുമാറിക്കൂടെ? ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നു, ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇനി ഈ മന്ത്രിസഭ അല്ല ഭരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ PCCക്ക് DGPയെ വിളിക്കാൻ അധികാരമില്ല, DGPക്ക് P ശശികലയോ മുഖ്യമന്ത്രിയോ വിളിക്കാൻ അധികാരമില്ല. അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ഈ രവത ചന്ദ്രശേഖരന് വേണ്ടിയാണ് ഞാൻ ഈ പാടുപെട്ട് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിരുദ്ധനായത്. കൂത്തുപറമ്പ് കേസ് നടത്താൻ പോയതാണ് ഞാൻ രവത ചന്ദ്രശേഖരനെ രക്ഷപ്പെടുത്താൻ. ആ രവതയോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്ത് നിഷ്പക്ഷനായിട്ട് പ്രാർത്ഥിക്കുക എന്നുകൂടിയാണ്. അതിവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിമിനൽ വിളയാട്ടം എന്തൊക്കെയാ കാണുന്നത്? ഇന്നലെ കണ്ടില്ലേ വീഡിയോയില്? പട്ടാപ്പകല് വണ്ടി ഇടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ആർക്കും ഒന്നിനും ഉത്തരവാദിത്വം ഒന്നുമില്ല. ലോകത്തില് ഓസ്കാർ അവാർഡ് കിട്ടാവുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം. കഴിഞ്ഞ കാലത്ത് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. 2 വീഡിയോ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി, എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും അവരുടെ ആൾക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതെന്നും ഇപ്പോ സംസാരിക്കുന്നതെന്നും. അതുപോലെ എല്ലാം ഇതുപോലെ കിടക്കുകയാണ്. അതുകൊണ്ട് വികസനം കൊണ്ട് വരുന്ന അഴിമതി ഇല്ലാത്ത കേരളത്തിന് തനത് സമ്പ്രദായങ്ങളുള്ള, അതുപോലെ ആയുർവേദിക് ടൂറിസം അടക്കം എല്ലാ ടൂറിസം രംഗത്തും വികസിക്കാവുന്ന വികസന സാധ്യതയുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം. അത് ഉപയോഗിക്കണം, ഇല്ലാതാക്കലല്ല വേണ്ടത്. അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് കൗൺസിലർമാർക്കെല്ലാം ശ്രീ VV രാജേഷ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇതില് I have prepared a book, Satyakumarji, I have prepared this is in Malayalam, Vikasita Bharatatiലേക്ക്. This you will understand even if I read in Malayalam. ശ്രീ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ വികസിത് ഭാരത് ലക്ഷ്യമാക്കി 11 മഹത്തായ വികസന വർഷങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ, ജനസുരക്ഷയുടെ, രാജ്യസുരക്ഷയുടെ, സാങ്കേതിക മുന്നേറ്റത്തിന്റെ, സ്വയാശ്രയത്തിന്റെ,
സുസ്ഥിര വികസനത്തിന്റെ അഭിമാനത്തിന്റെ 11 ആണ്ടുകൾ. This is I have prepared. Actually, if anybody want to buy it and Sri Lanka, give this to your voters. Let some of them understand. I am not promoting my book because first book I ended with a loss. So I don't know. This is my second larger edition. First book was actually published through our honorable governor. I have also completed the work on, today I completed the draft on English. That is useful to India altogether with a special emphasis on Kerala. This also covers Kerala specifically on 20 pages. All those lies, എല്ലാ നുണകളും ഈ മാർക്സിസ്റ്റുകാരും അതുപോലെ കോൺഗ്രസും പറയുന്ന നുണകള് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞ് ജനങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയിട്ടുള്ള നന്മകൾ ബിജെപിയുടേതാണ്, അല്ലാതെ ഇവിടെ ഇരുന്ന് കട്ടുമുടിച്ച ഈ പറയുന്ന പിണറായി ഗവൺമെന്റിന്റേതല്ല. ഈ നശിച്ചുപോയ കേരളത്തെ നന്നാക്കിയെടുക്കാനായിട്ട് അതിൽ വരേണ്ട ഒരു സാരഥിയായിട്ട് ശ്രീമതി ശ്രീലേഖയ്ക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കണം. അത് ഉറപ്പാക്കണം. വോട്ടിന്റെ സമയത്ത് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഫ്ളാറ്റുകൾ ധാരാളമുണ്ട്. അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ കയ്യിലൊന്നും കാർഡൊക്കെ ഒന്നും കൊടുത്തിട്ട് പോകരുത്. അവിടുത്തെ വീടുകളിൽ ഉള്ളിൽ പോയി തന്നെ എല്ലാം കൊടുക്കണം. അങ്ങനെ എല്ലാവരും അറിയണം. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണം. വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന NDA സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവിടെ എത്താൻ സൗകര്യമുണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ തീർച്ചയായിട്ടും ശ്രീമതി ശ്രീലേഖയ്ക്ക് ഒരു ചരിത്രം ഇവിടെ കുറിക്കാൻ സാധിക്കും. കേരളത്തിൽ മറ്റൊരു ചരിത്രം കുറിക്കാനും കൂടി ആകട്ടെ. അതിലൊരു നല്ലൊരു തൂണായിട്ട് മാറാനായിട്ട് ശ്രീമതി ശ്രീലേഖയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.